Next topic is synchronous machines. This is the fourth module in the syllabus. Synchronous machine നിങ്ങൾ പഠിച്ചുള്ളതാണ്. അപ്പം സിൻക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന പേപ്പറിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഏകദേശം ഒരു 60% പോർഷൻ സിൻക്രണസ് മെഷീൻ ആയിരുന്നല്ലോ. അപ്പോൾ സിൻക്രണസ് മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, എ സി ജനറേഷന് വേണ്ടി 3 ഫേസ് എ സി ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സപ്ലൈയാണ്, മെഷീനാണ്. അപ്പം ഒന്ന് റിക്ലക്റ്റ് ചെയ്യണം. 3 ഫേസ് എ സി ജനറേഷൻ, അതിന് നമ്മൾ 3 ഫേസ് എ സി ജനറേറ്റർ എന്ന് പറയും. അത് തന്നെ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റർ. അപ്പോഴേ we have the salient pole and the non-salient pole machine. Salient pole and non-salient pole. ഓർമ്മ വല്ലതും തിരിച്ച് കിട്ടുന്നുണ്ടോ? Main type of construction is the stationary armature and rotating field type. വേറെ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ. സ്റ്റേഷനറി ആർമച്ചർ, ആർമച്ചർ സ്റ്റേഷനറി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആർമച്ചർ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളത്. എന്താണ് ഈ ആർമച്ചർ സ്റ്റേഷനറി? ആർമച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ ഒരു മിഥ്യാധാരണയുണ്ട്, ആർമച്ചർ എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന സാധനത്തിനെ ആർമച്ചർ എന്ന് വിളിക്കുന്നതെന്ന്. അത് ശരിയല്ല. കറങ്ങുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന റോട്ടർ എന്നാണ്. കറങ്ങാത്ത ഭാഗമെന്ന് പറയുന്നത് സ്റ്റേറ്ററുമാണ്. ആർമച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ആർമച്ചർ എന്ന് പറഞ്ഞാൽ ആ ടെർമിനോളജി എന്താണ്? ആർമച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ പാർട്ട് ഇൻ വിച്ച് പവർ ഈസ് ജനറേറ്റഡ്. പവർ ജനറേറ്റ് ചെയ്യപ്പെടുന്ന, അതായത് ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഭാഗമാണ് ആർമച്ചർ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗം. അത് ഒന്നുകിൽ അത് നമുക്ക് വൈൻഡിങ് വെച്ചാണല്ലോ, വൈൻഡിങ്ങിലാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ പവർ ഈസ് ജനറേറ്റഡ് ഇൻ ദി ആർമച്ചർ, ഈസ് ജനറേറ്റഡ് ഇൻ ദി ആർമച്ചർ വൈൻഡിങ്ങിലാണ്. അപ്പോൾ നമുക്ക് സിൻക്രണസ് മെഷീൻ, ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വി സ്പീക്ക് അബൌട്ട് 3 ഫേസ് സിൻക്രണസ് മെഷീൻ. പ്രത്യേകം പറയാതെ തന്നെ നമുക്ക് അണ്ടർസ്റ്റുഡാണ് നമ്മൾ 3 ഫേസ് മെഷീനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 3 ഫേസ് ഇലക്ട്രിക്കൽ പവർ ജനറേഷന് നമുക്കൊരു 3 ഫേസ് വൈൻഡിങ് വേണം. 3 ഫേസ് വൈൻഡിങ്. 3 ഫേസ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ഡിഫറെൻറ്റ് ഫേസസ് വിൽ ബി ദെയർ. 3 ഐഡൻറ്റിക്കൽ ഫേസസ് വിൽ ബി ദെയർ. 3 ഐഡൻറ്റിക്കൽ ഫേസസ് വിൽ ബി ദെയർ. ഓൾ ആർ ലൈക്ക് ബാലൻസ്ഡ് വൈൻഡിങ്. വേറെ ഒരു പ്രത്യേകതയുണ്ട് 3 ഫേസ് വൈൻഡിങ്ങിന്. എന്താണ്? ഒരു വൈൻഡിങ്ങിൽ നിന്നും അടുത്ത വൈൻഡിങ് 120 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിട്ട് വെച്ചിരിക്കുക സ്പേസിൽ. മൂന്നാമത്തെ വൈൻഡിങ് ഈ രണ്ടാമത്തെ വൈൻഡിങ്ങിൽ നിന്നും വീണ്ടും 120 ഡിഗ്രി സ്പേസിൽ. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ആ എ ഫേസ് ഞാൻ വരച്ചിട്ട് പിന്നെ 120 ഡിഗ്രി ആംഗിൾ കഴിഞ്ഞ് 120 ഡിഗ്രി ആംഗിളിലാണ് രണ്ടാമത്തെ ഫേസിൻ്റെ സ്റ്റാർട്ട്. അത് കഴിഞ്ഞ് 120 ഡിഗ്രി കഴിഞ്ഞാണ് മൂന്നാമത്തെ ഫേസിൻ്റെ സ്റ്റാർട്ട്. അപ്പോൾ അത് സിമെട്രിക്കലി പ്ലേസ്ഡ്, 180 ഡിഗ്രി അപ്പാർട്ടായിട്ട് പ്ലേസ് ചെയ്തിരിക്കും. അതാണ് 3 ഫേസ് വൈൻഡിങ്. അപ്പോൾ ബാലൻസ്ഡായി 3 ഫേസ് ഒരേപോലുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് ഒരു സ്ലോട്ടിൽ മാത്രം വെക്കാതെ, എ ഫേസ് വൈൻഡിങ് എന്ന് പറയുന്ന ഒന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് വേറൊരു സ്ലോട്ടിലോ അങ്ങനെ വെക്കാതെ, ബഞ്ച്ഡ് വൈൻഡിങ് ആകാതെ, കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് അല്ല, പല സ്ലോട്ടുകളിലായിട്ട് വെക്കും. എ ഫേസ് വൈൻഡിങ് നമ്മൾ പല സ്ലോട്ടുകളിലായിട്ട് വെക്കും. ഞാൻ 3 ഫേസ് വൈൻഡിങ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിനെ കുറിച്ച് പടം വരച്ച് പഠിപ്പിച്ചതാണ്. will be distributed in 2 slots or 3 slots or 4 slots
എക്സെട്ര. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ വൈൻഡിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ആക്കി വെക്കുമ്പോഴാണല്ലോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറൊക്കെ വരുന്നത്. അതായത് ഈ ഇതെല്ലാം കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു സ്ലോട്ട് വെച്ചാൽ നമുക്ക് ഇ എം എഫ് കൂടുതൽ കിട്ടും. ഒരു കണ്ടക്ടർ 5 കണ്ടക്ടർ ഉണ്ടെങ്കിൽ 5ഉം കൂടെ ഒരു സ്ലോട്ടിൽ വെച്ചാൽ ഒരു കണ്ടക്ടറിലുണ്ടാകുന്ന ഇ എം എഫ് ഗുണം 5 ആയിരിക്കും. അതിന് പകരം നിരത്തി ഇങ്ങനെ 1, 2, 3, 4, 5 സ്ലോട്ടുകളിൽ ഇങ്ങനെ 5 സ്ലോട്ടുകളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചാൽ അന്നേരം ഇ എം എഫ് കുറയും. അതാണ് ഡിസ്ട്രിബ്യൂഷൻ മൂലം സംഭവിക്കുന്നത്. പക്ഷേ അതുവഴി ഇ എം എഫ് കുറയെങ്കിലും അതുവഴി നമുക്ക് എന്താണ് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ദ ഹാർമോണിക്സ് ഗെറ്റ് എലിമിനേറ്റഡ്, സർട്ടൻ ഹാർമോണിക്സ് ഗെറ്റ് എലിമിനേറ്റഡ്. അപ്പോൾ ഓൾവേസ് ഇൻ ദ കേസ് ഓഫ് പ്രാക്ടിക്കൽ machines, the winding is distributed. Because of that we have the distribution factor. Distribution factor എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇ എം എഫ് in the winding is distributed. വൈൻഡിങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഇ എം എഫ് ഡിവൈഡഡ് ബൈ വൈൻഡിങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തപ്പോഴുള്ള, വൈൻഡിങ് ഒരു സ്ലോട്ടിൽ ആയിട്ട് വെക്കുമ്പോഴുള്ള ഇ എം എഫ്. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അതിന് നമുക്ക് ഫോർമുലയുണ്ട്. വി ഡിറൈവ്ഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കെ ഡി ഈക്വൽ ടു Syn.M.Beta/2 by M Syn.Beta/2, where M is the slots per pole per phase and beta is the slot angle. അപ്പം Syn.M.Beta/2 divided by M Syn.Beta/2 kd equals, and always kd is less than 1. kd എന്ന് പറയുന്നത് 0.96 0.98 depending upon m and beta. So I advise you to go through these preliminary portions of synchronous machines. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള വൈൻഡിങ് ആണ് ആർമച്ചർ വൈൻഡിങ്. ഈ വൈൻഡിങ്ങിലാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് സ്റ്റേഷനറി പാർട്ടിൽ വെക്കാം, അതാണ് സ്റ്റേഷനറി ആർമച്ചർ. സ്റ്റേറ്ററിൽ വെക്കാം, അതല്ല കറങ്ങുന്ന പോർഷനിൽ വെക്കാം. ഇറ്റ് ക്യാൻ ബി ഇൻ ദ റോട്ടർ, അതാണ് റൊട്ടേറ്റിംഗ് ആർമച്ചർ. അപ്പോൾ ബേസിക്കലി ദർ ആർ two types of synchronous machines. One is the stationary armature type and the other is the rotating armature type. ഇതിൻ്റെ അഡ്വാൻറ്റേജ് സവിസ്തരം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു 7-8 പോയിൻറ്റ്സ് വിസ്തരിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആർമച്ചർ സ്റ്റേഷനറി ആകുന്നത്, ഈ വൈൻഡിങ് സ്റ്റേഷനറി പാർട്ടിൽ വെക്കുന്നത്, വൈൻഡിങ് സ്റ്റേറ്ററിൽ വെക്കുന്നതാണ് എപ്പോഴും നമുക്ക് അഡ്വാൻറ്റേജസ്. ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക്രണസ് മെഷീൻ എന്ന് പറയുമ്പം വളരെ ചെറിയ ഔട്ട്പുട്ടൊന്നുമല്ല. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സിങ്ക്രണസ് മെഷീനെ സംബന്ധിച്ച് പറയുമ്പോൾ ഔട്ട്പുട്ട് വിൽ ബി ഓഫ് ദ ഓർഡർ ഓഫ് KW, മെനി ഹൺഡ്രഡ്സ് ഓഫ് KW, ഓർ ഇറ്റ് വിൽ ബി മെഗാവാട്ട്, 10⁻⁶ watts. നമുക്കറിയാം ഇടുക്കിയിലെ ഒരു ജനറേറ്ററിൻ്റെ കപ്പാസിറ്റി, പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 130 megawatts ആണ്. സച്ച് ഹൈ കപ്പാസിറ്റി ജനറേറ്റേഴ്സ്. അത് 130 എന്നുള്ളത് ഭയങ്കര കൂടുതലൊന്നുമല്ല. വി ഹാവ് സിംഗിൾ ജനറേറ്റേഴ്സ് ഓഫ് ദ ഓർഡർ ഓഫ് 500 megawatts. 500 megawatts ഉള്ള ജനറേറ്റർ ഉണ്ട്, കേരളത്തിലില്ല എങ്കിലും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെ NTPCയുടെ കെയർ ഓഫിലുള്ള സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻസിലൊക്കെ 2000 മെഗാവാട്ടൊക്കെയാണ് ഒരു സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പവർ എന്ന് പറയുന്നത്. അവിടെ 500 മെഗാവാട്ടിൻ്റെയൊക്കെ സിംഗിൾ ജനറേറ്ററുണ്ട്. അപ്പം ഭീമാകാരമായ അത്തരം ജനറേറ്ററുകളിൽ വരുന്ന കറണ്ട്, ആർമച്ചർ കറണ്ട്, അത് കൊടുക്കുന്ന കറണ്ട്, സപ്ലൈ ചെയ്യുന്ന കറണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇടുക്കിയിലെ ജനറേറ്ററിൻ്റെ കറണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് 130 megawattsന് എത്ര കറണ്ട് വരുമെന്ന്. അതിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 11 kVയിലായിരിക്കും. അപ്പോൾ √3 × VL/IL cos phi ഈക്വൽ ടു 130 × 10⁻⁶. അത് വെച്ച് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഇഫ് യു റെഫർ ദോസ് പ്രീവിയസ് പോർഷൻസ് ഓഫ് ദ ഓർഡർ ഓഫ് 8,000 amperes, മോർ ദാൻ 8,000 amperes. അപ്പം വളരെ മെഗാവാട്ട് റേഞ്ചിലുള്ള ജനറേറ്ററിൻ്റെ കറണ്ട് എന്ന് പറയുന്നത്
ഭയങ്കര തൗസൻഡ്സ് ഓഫ് ആംബിയേഴ്സാണ്. അത് നമുക്ക് എപ്പോഴും എളുപ്പമെന്ന് പറയുന്ന സ്റ്റേറ്റർ പാർട്ടിൽ കൂടെ നേരിട്ട് എടുക്കുന്നതാണ്. കാരണം സ്റ്റേറ്ററിൻ്റെ ടെർമിനൽസ് ഫിക്സഡാണ്. മറിച്ച് ഈ വൈൻഡിങ് റോട്ടർ പോർഷനിൽ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? അന്നേരം പിന്നെയുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് റോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിൽ നിന്ന് നമുക്ക് കറണ്ട് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പാസ് ഇറ്റ് ത്രൂ സ്ലിപ്പ് റിംഗ് ആൻഡ് ബ്രഷ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 സ്ലിപ്പ് റിംഗ് വേണം, കാരണം 3 ഫേസ് ഉണ്ട് നമുക്ക്. സ്ലിപ്പ് റിങ്ങിൽ കൂടെ കടത്തി ബ്രഷ് വഴി, ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റാണ്. സ്ലിപ്പ് റിങ് കറങ്ങിക്കൊണ്ടിരിക്കും, മെഷീൻ്റെ സ്പീഡ് കറങ്ങിക്കൊണ്ടിരിക്കും, അതിന്മേലിങ്ങനെ പ്രസ് ചെയ്ത് ബ്രഷ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു സ്ലൈഡിങ് കോണ്ടാക്റ്റാണ്. വെൻ തൗസൻഡ്സ് ഓഫ് ആംബിയേഴ്സ് ഫ്ലോ ത്രൂ ദിസ് സ്ലൈഡിങ് കോണ്ടാക്ട്, ദർ ഈസ് ഓൾവേസ് പോസിബിലിറ്റി ഓഫ് സ്പാർക്കിംഗ്. അതൊരു ഫീസിബിൾ അറേഞ്ച്മെൻ്റ് അല്ല. അത് സ്പാർക്കിംഗ് മൂലം അതെല്ലാം ഇറോഡഡായി പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊഴിവാക്കണം. നമ്മളെപ്പോഴും ആർമച്ചർ വൈൻഡിങ് സ്റ്റേഷനറി പാർട്ട് സ്റ്റേറ്ററിൽ കൊടുക്കുന്നതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. നേരെ മറിച്ച് ചെറിയ മെഷീൻസൊക്കെ ആണെങ്കിൽ അത് ഓർഡർ 5 kW 10 kW ഓഫ് ദാറ്റ് റേഞ്ച്. സിങ്ക്രണസ് മെഷീൻസ് അത് ഓർഡർ 5 kW 10 kW ഓർ ഓഫ് സിമിലർ കപ്പാസിറ്റി. It is immaterial whether you provide the armature winding in the stator or rotor. സ്റ്റേറ്ററിലോ റോട്ടറിലോ കൊടുക്കാം. ഏത് സൈസായിരുന്നാലും സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ കൊടുക്കുന്നതാണ് നമുക്ക് അഡ്വാൻറ്റേജസ്, അഭിലഷണീയമായിട്ടുള്ളത്. അപ്പോൾ അത് ഹിയർ ആഫ്റ്റർ വി ഓൾവേസ് റെഫർ ടു synchronous machines which has got armature winding in the stator. അപ്പം ഇതിന് ശേഷം നമ്മൾ പരാമർശിക്കപ്പെടുന്ന എല്ലാ സിങ്ക്രണസ് മെഷീനിലും ആർമച്ചർ വൈൻഡിങ് സ്റ്റേറ്ററിലാണ് എന്നുള്ള കാര്യം അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ വി റെഫർ ടു സ്റ്റേഷനറി ആർമച്ചർ ടൈപ്പ് ഓഫ് സിങ്ക്രണസ് മെഷീൻസ്. പിന്നെ വരുന്നത് എന്താണ്? മെഷീനകത്ത് ഓൾട്ടർനേറ്ററിനകത്ത് പവർ ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പോൾസ് വേണം. ഫാരഡേസ് ലോ മൂലമാണല്ലോ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി വി ഗിവ് മെക്കാനിക്കൽ എനർജി ബൈ മീൻസ് ഓഫ് ദി ടർബൈൻ പ്രൈം മൂവർ. സോ ആക്ച്വലി മെക്കാനിക്കൽ പവർ ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ പവർ ഇൻ ദ ജനറേറ്റർ. അപ്പോൾ കറക്കണം, റോട്ടറിനെ പിടിച്ച് കറക്കണം. ഇനി അപ്പോൾ പോൾസ് വേണം, വൈൻഡിങ് വേണം. വൈൻഡിങ്ങിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ എന്താണ്? ബേസിക് പ്രിൻസിപ്പിൾ, അടിസ്ഥാന തത്വം എന്താണ്? അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിനെ ഫ്ലക്സ് കട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലക്സിനെ കണ്ടക്ടർ കട്ട് ചെയ്യുകയാണെങ്കിൽ an EMF is induced in the conductor. Whenever there is a relative motion between the conductor and the flux, there induces an EMF in the conductor. ഇതാണല്ലോ ഏത് ഇലക്ട്രിക് ജനറേറ്ററിൻ്റെയും അടിസ്ഥാന തത്വം. അപ്പോൾ നമുക്ക് കണ്ടക്ടർ ഒന്നീ കറക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് കറക്കണം. ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോൾസാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഇൻ ദ കേസ് ഓഫ് സിങ്ക്രണസ് മെഷീൻസ് വി പ്രൊവൈഡ് ദി കണ്ടക്ടേഴ്സ്, ഓൾ ദ കോയിൽസ് in the stator, in the stationary part. So the other part, the poles are to be kept rotated. പോൾസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ പോൾസാണ് റോട്ടറിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റോട്ടറിന് ചുറ്റും പോൾസ് കൊടുക്കും. എത്ര പോൾസ് കൊടുക്കണം? അപ്പം സാലിയൻ പോളും നോൺ സാലിയൻ പോളും ഉണ്ട്. എന്താണ് സാലിയൻ പോളും നോൺ സാലിയൻ പോളും? സാലിയൻ പോൾ എന്ന് പറഞ്ഞാൽ when we say salient pole, it is projecting pole type, salient poles. നോൺ സാലിയൻ പോൾ എന്ന് പറഞ്ഞാലോ സിലിണ്ട്രിക്കൽ റോട്ടർ. പോൾസ് പ്രൊജക്റ്റ് ചെയ്ത് മുഴച്ചിങ്ങനെ ഇരിക്കത്തില്ല. അത് സിലിണ്ട്രിക്കൽ റോട്ടറാണ്. സിലിണ്ട്രിക്കൽ റോട്ടർ. യു റിമെമ്പർ ദ 2 constructions? So I advise you to refer back and understand all these basic things, salient pole and non-salient pole. എന്തായിരിക്കണം ഇതിൻ്റെ സ്പീഡ്?
the speed is determined by the frequency of the machine. Speed is determined by the frequency of the machine. Frequency എന്താണ്? The number of cycles of EMF generated ഒരു സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഈ കോയിലിൽ അല്ലെങ്കിൽ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫിന് എത്ര സൈക്കിൾസ് ഉണ്ട് ഒരു സെക്കൻഡിൽ? ദ നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് ഇ എം എഫ്. എങ്ങനെയാണ് സൈക്കിൾസ് വരുന്നത്? ക്ലിയർലി ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ കോയിൽസ് ഇൻ ദ കണ്ടക്ടേഴ്സ് ഈസ് ഓൾട്ടർനേറ്റിംഗ്, ഒരേ ഡയറക്ഷനിലല്ല. Under the north pole, the EMF induced will be in one direction, and in the south pole, it will be in the opposite direction. South pole opposite direction. North pole ഉണ്ടാകുന്ന ഇ എം എഫിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. And we have proved that when a conductor is rotated or when flux rotates, the EMF induced in the conductor will be a sinusoidal EMF. Under north pole, it will be in the positive direction, and in the south pole, it will be in the negative direction. So you get positive half cycle under north pole. Say, if you get positive half cycle under the north pole, you get the negative half cycle under the south pole. If you get positive half cycle under the north pole, you get negative half cycle of current or EMF in the south pole, under the south pole. Thus, one cycle of EMF, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളോട് ചേരുന്നതാണല്ലോ ഒരു സൈക്കിൾ. Thus, you get one cycle of EMF or current when the conductor passes after one pair of poles. കണ്ടക്ടർ നോർത്ത് പോളിൽ കൂടെയും തൊട്ടടുത്ത സൗത്ത് പോളിൽ കൂടെയും ട്രാവൽ ചെയ്ത് അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് ഒരു സൈക്കിൾ, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കംപ്ലീറ്റ് ചെയ്യുന്നത്. കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ കണ്ടക്ടർ സ്റ്റേഷൻ്റെ ആയിട്ട് വെച്ചുകൊണ്ട് ഫ്ലക്സാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. കാരണം പോൾസ് റോട്ടർ കൊടുത്തിട്ട് പോൾസ് ആ റോട്ടർ കറക്കുകയാണ്. So one cycle of EMF is induced when the conductor moves after one pair of poles. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു റെവല്യൂഷനിൽ എത്ര സൈക്കിൾ ഉണ്ടാകുന്നു എന്നും അങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടാകുന്നു ഒക്കെ നമ്മൾ ഇ എം എഫ് എക്സ്പ്രഷൻ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഡിറൈവ്ഡ് എഫ് ഈസ് ഈക്വൽ ടു Pn/120. If P is the total number of poles and N is the speed of rotation of the rotor, then the number of cycles of EMF induced in 1 second, F is equal to Pn/120. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ ഇ എം എഫ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ the machine has to be driven at a speed equal to n RPM. And this, when we vary the speed n വേരി ചെയ്യുമ്പോൾ ഫ്രീക്വൻസി വേരി ചെയ്യും. So an alternator, in order to get fixed frequency supply from an alternator, it has to be driven exactly at a particular speed, at constant speed. This constant speed at which the generator has to be driven in order to get a fixed frequency AC supply from it is called the synchronous speed. ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഇ എം എഫ് കിട്ടുന്നതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഈ മെഷീൻ ഡ്രൈവ് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. ആ പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് സ്പീഡിനാണ് പറയുന്നത് സിങ്കർണസ് സ്പീഡെന്ന്. NS വി ഡിനോട്ട് ഇറ്റ് ബൈ ക്യാപിറ്റൽ N സഫിക്സ് S. NS ഈക്വൽ ടു P ഇൻറ്റു 120 ഇൻറ്റു F/P. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് P. സോ F is equal to P into NS/120, or conversely, NS is equal to 120 F/P. So this NS is called the synchronous speed. അപ്പോൾ അതാണ് synchronous speed എന്ന് പറയുന്നത്. അപ്പോൾ synchronous machine always it rotates at, or it will be driven at a constant speed called the synchronous speed, and hence this is called synchronous machine. There is
fix a relation between the speed and frequency in respect of synchronous machines.